വളരെ ദീപ്തമായൊരു ഓർമ്മയുടെ നിഴലിലാണ്. ആര്യമ്പാടത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സജീവവും ചലനാത്മകവുമായി നിന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ശ്രീ അബ്ദുള്ള മാസ്റ്റർ. ഓരോ വ്യക്തിയിലേക്കും അദ്ദേഹത്തിൻ്റെ സ്വാധീനം പരന്നൊഴുകി എന്നുള്ളതാണ് എല്ലാവരുടെയും അനുഭവ സാക്ഷ്യം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. താൻ ഉദ്ദേശിച്ച് താൻ നിലനിന്നിരുന്നതായിട്ട് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടും അല്ലാത്ത വ്യക്തിബന്ധങ്ങളിലൂടെയും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളിലേക്കും അവരുടെ എല്ലാ പ്രശ്നങ്ങളിലേക്കും അവരുടെ സൗഹൃദത്തിലേക്കും സ്നേഹത്തിലേക്കും കുടുംബങ്ങളിലേക്കും ഒക്കെ തന്നെ ഒഴുകി പരന്ന ഒരു വ്യക്തിത്വമായിരുന്നു അബ്ദുള്ള മാസ്റ്ററിൻ്റെ. മാസ്റ്റർ നമ്മളെ വേർപിരിഞ്ഞിട്ട് 3 വർഷം തികയാണ്. ഓർമ്മകൾ എന്നും നമ്മുടെ കൂടെയുണ്ട്. സമൂഹവുമായിട്ട് ഇടപെടുമ്പോൾ, സമൂഹത്തിലെ പൊതുപരിപാടികളുമായിട്ട് ബന്ധപ്പെടുമ്പോഴൊക്കെ തന്നെ നമ്മുടെ ഒപ്പം മാഷുണ്ട് എന്നുള്ളതായ വല്ലാത്തൊരു തോന്നൽ നമുക്ക് ഉണ്ടാവാറുണ്ട്. കാരണം മുമ്പൊക്കെ നമ്മളെ അതിലേക്ക് നയിച്ചതും നേതൃത്വം വഹിച്ചതും പ്രചോദനം തന്നതും ഒക്കെ തന്നെ എല്ലാ പാഠങ്ങളും പഠിപ്പിച്ചു തന്നത് മാഷായിരുന്നു. എങ്ങനെയാണ് ഒരു നാടിനെ നെഞ്ചോട് ചേർത്ത് നിർത്തുക, എങ്ങനെയാണ് നാട്ടുകാരെ നെഞ്ചോട് ചേർത്ത് നിർത്തുക, ഇതെല്ലാം നമ്മെ പഠിപ്പിച്ചു തന്നത് മാഷായിരുന്നു. അത്തരത്തിൽ നമ്മുടെ നാടിൻ്റെ മുഴുവൻ സജീവ ചലനാത്മകയായി നിന്ന മാഷ് ഒരു തരത്തിൽ നീതിയോടും സത്യത്തിനൊക്കെ വേണ്ടി ഒരുപാട് കലഹിച്ചൊരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് സത്യത്തിനും നീതിക്കും ശരിക്കും വേണ്ടിയിട്ട് എവിടെയാണോ നിലയുറപ്പിക്കേണ്ടതെങ്കിൽ അവിടെ നിലയുറപ്പിക്കുകയും അതിനുവേണ്ടി നിരന്തരമായി കലഹിക്കുകയും പോരാടുകയും ചെയ്തൊരു വ്യക്തിത്വമായിരുന്നു മാഷേ. അത് തൻ്റെ ജീവിതത്തിൻ്റെ പഠനകാലം തൊട്ട് തന്നെ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ ആ ഓർമ്മകളും ശക്തിയുമാണ് ശരിക്കും മാഷെ നയിച്ചിരുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അസുഖം ബാധിച്ച് മരണത്തിൻ്റെ ആ ഘട്ടത്തിൽ പോലും നമ്മളെല്ലാം ചെന്ന് സംസാരിക്കുമ്പോൾ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളും രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ ഇടപെടുകയും അവിടെ നിന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് സംഘടനയെ അവിടെ ഇരുന്നു കൊണ്ട് പ്രചോദിപ്പിക്കാനായിട്ട് മാഷ വാക്കുകൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു തരത്തിൽ അവസാന നിമിഷം വരെ എന്നുള്ളതിനെ പൂർണ്ണമായും അന്വർത്ഥമാക്കുന്ന തരത്തിൽ തൻ്റെ ജീവിതത്തെ നാടിന് വേണ്ടി, താൻ നിലനിന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി, അതുപോലെ സംഘടനയ്ക്ക് വേണ്ടി ഒക്കെ തന്നെ നീക്കിവെച്ച് ജീവിതത്തെ സാർത്ഥകമാക്കിയ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അതുകൊണ്ട് തന്നെ ഓർമ്മകളൊന്നും നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നില്ല. എപ്പോഴും സജീവമായ നമ്മുടെ ഓരോ ചിന്തയിലും പ്രവൃത്തിയിലും വാക്കിലൊക്കെ തന്നെ മാഷുടെ ഓർമ്മകൾ സജീവമായിട്ട് നമ്മളോടൊപ്പം ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനത്തിൽ നമ്മളെല്ലാവരും ഇവിടെ കൂടിച്ചേർന്നിരിക്കുന്നത്. ഈ ഓർമ്മ ദിനത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. മാഷുടെ ഓർമ്മകൾ, മാഷൊരു പ്രസംഗമായിരുന്നു മാഷുടെ ഒരു വേദി. അതുകൊണ്ട് തന്നെ നമ്മൾ മാഷുടെ ഓർമ്മകൾക്കായിട്ട് കുട്ടികൾക്കൊരു പ്രസംഗ മത്സരം എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നുണ്ട്. ഈ തേർഡ് ടൈമിലായതുകൊണ്ട് തന്നെ കുട്ടികളുടെ പങ്കാളിത്തത്തിൽ അതിൽ ചെറിയൊരു കുറവുണ്ട്. ഈ പ്രാവശ്യം ഓൺലൈൻ മത്സരമാണ്, പ്രസംഗ മത്സരമാണ് നമ്മൾ സംഘടിപ്പിച്ചത്. LP വിഭാഗത്തിലെ, UP വിഭാഗത്തിലെ, HS വിഭാഗത്തിലെ കുട്ടികൾ അതിൽ പങ്കെടുത്തു. അതിൽ പങ്കെടുത്ത് സമ്മാനാർഹരായിട്ടുള്ള മുഴുവൻ കുട്ടികൾക്കും അവരോടൊപ്പം ചേർന്ന രക്ഷിതാക്കൾക്കും പ്രത്യേകം ഈ വേദിയിലേക്ക് സ്വാഗതം പറയുകയാണ്. അതിനോടൊപ്പം മാഷുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിനും ഈ ദിവസം മാഷുടെ ഓർമ്മകളോടൊപ്പം കൂടിയിരിക്കുന്നതിനും കുറച്ച് സമയം കണ്ടെത്തി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ പേരെയും വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് ജമീല ടീച്ചറെ സ്വാഗതം ചെയ്യും. അബ്ദുബ എന്ന് പറയുമ്പോൾ എൻ്റെ കുഞ്ഞിപ്പയാണ്. നമുക്ക് സത്യത്തിൽ ഞാനിന്ന് ഈ വേദിയിൽ ഇവിടെ നിൽക്കാൻ തന്നെ കാരണം ആളാണ് സത്യത്തില്. കാരണം അത്രയും പ്രചോദനപരമായിട്ടുള്ള എല്ലാ മേഖലയിലും ഇവിടെ സൂചിപ്പിച്ച പോലെ സർവീസ് രംഗത്തായാലും സാമൂഹ്യ പ്രവർത്തന രംഗങ്ങളിലായാലും ആളുടെ ഒരു സ്മരണ. ആര്യമ്പാടം എന്ന് പറയുമ്പോൾ ഞാനിവിടെ വന്നെടുത്ത കാലത്തോളം ആളെപ്പോലെ പ്രചോദനം നൽകിയ ഒരു രാഷ്ട്രീയ പ്രവർത്തകരെ കണ്ടിട്ടില്ല. എല്ലാ മേഖലയിലും എല്ലാ വീടുകളിലും ഒരുപോലെ ആളുടെ സാന്നിധ്യം. ആര്യമ്പാടം എന്ന ഒരു പ്രദേശത്തെ എല്ലാ നിറസാന്നിധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കടകളിലും എല്ലാ വീടുകളിലും. അതുമാത്രമല്ല എല്ലാ ബന്ധങ്ങളെയും ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ആള് കുടുംബ ബന്ധങ്ങളായാലും അതുപോലെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലെ എല്ലാ വിവിധ മേഖലയുള്ളവരായിട്ടും ആ സാന്നിധ്യം ഊട്ടിയുറപ്പിക്കാനായിട്ട് ഏറെ പ്രയത്നിച്ചൊരു വ്യക്തി തന്നെയായിരുന്നു. ഇപ്പം എന്ന് പറഞ്ഞാൽ ആളെ കുറിച്ച് ഇപ്പൊ ലാസ്റ്റ് മരണഘട്ടത്തിൽ ആ സമയത്ത് പോലും ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ കൗൺസിലറായി ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു പുസ്തകമാണ് ആദ്യം അയാൾ കയ്യിലെടുത്തത്.
എന്നിട്ട് നിനക്കിത് കുറേ ഏറെ പ്രയോജനപ്പെടുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് എടുത്ത് തന്നത് അത്രയും പോലും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ അതോടനുബന്ധിച്ച് നമ്മൾ എല്ലാ വർഷവും പ്രസംഗ മത്സരം നടത്താറുണ്ട്. മക്കളെയൊക്കെ പ്രസംഗത്തിലേക്ക്, ഇപ്പൊ എൻ്റെ മോനാണെങ്കിലും അതുപോലെ തന്നെ എല്ലാവരും മേഖല വന്നു കഴിഞ്ഞാൽ കുട്ടികളോട് അതിനെ കുറിച്ചിട്ടുള്ള പ്രസംഗ മത്സരത്തെ കുറിച്ചുള്ള കാര്യങ്ങളായാലും വിജ്ഞാനപ്രദമായിട്ടും അതുപോലെ തന്നെ ക്വിസ് മത്സരങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാതെ ആള് വീട്ടിൽ നിന്ന് പോവില്ല. മക്കളാണെങ്കിൽ അവരോട് അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആൻസർ പറയും. അല്ലെങ്കിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് വേർഡ് പറഞ്ഞിട്ട് അതിന്റെ സ്പെല്ലിംഗ് പറയിപ്പിക്കല്. അങ്ങനെ നമുക്ക് ഒരു പ്രത്യേക ക്യാരക്ടർ തന്നെയായിരുന്നു ആള്. അപ്പൊ എല്ലാവരും കുട്ടികളെ കുറെ അത്ഭുതം വരുന്നുണ്ട്, ഇതിപ്പോ ഒരു ചോദ്യം ചോദിക്കൂട്ടോ എന്ന് പറയും. കാരണം അത് എല്ലാവരും വിജ്ഞാനപ്രദമായിട്ട്. അതുപോലെ ഇംഗ്ലീഷിലെ ആൾ വളരെയധികം പ്രാവീണ്യമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു. കാരണം എൻ്റെ മോനൊക്കെ 5ാം ക്ലാസ്സിലെത്തി കഴിഞ്ഞപ്പോൾ അവന് ഇംഗ്ലീഷ് ഒരു പുസ്തകം എടുത്തുകൊണ്ടിരുന്നു. ഇത് നീ ഡെയിലി വായിക്കണം, അതിൻ്റെ വായിച്ചു കഴിഞ്ഞിട്ട് അതിനെ മീനിങ് അത് നോക്കിയിട്ട് വേണം നീ പഠിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരെയും ആ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളിപ്പോൾ ഇവിടെ ആൾക്കുള്ള കഴിവ് എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഏറെ പ്രയത്നിച്ചൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ UK ഗ്രന്ഥശാല. ഇപ്പൊ എത്ര വർഷം കഴിഞ്ഞു കഴിഞ്ഞാലും അധ്വാനം ഓർക്കാതെ ആർക്കും കടന്നു വരാൻ സാധിക്കില്ല. അതിൻ്റെ ആ ഏറ്റവും ആദ്യം പുസ്തകം കളക്ട് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നിൽ നിന്നും കുറേ പുസ്തകങ്ങൾ കളക്ട് ചെയ്യണ്ടായി. അതേപോലെ എല്ലാവരിൽ നിന്നും, എല്ലാ വീടുകളിൽ നിന്നും ആൾ പരമാവധി പുസ്തകമായി വീടുകളിൽ കളക്ഷൻ ഉള്ള എല്ലാ വീടുകളിലെയും കോണ്ടാക്ട് ചെയ്ത് ഇത്രയും പുസ്തകം തയ്ക്കേണ്ടതുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മളോട് ഇതൊക്കെ കളക്ട് ചെയ്തിട്ടും അങ്ങനെ എന്തെന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. കാരണം ലാസ്റ്റ് മൊമെന്റിൽ പോലും ഭരിക്കുന്നതിന്റെ ഒരാഴ്ച മുമ്പ് ഞാൻ കാണാനായിട്ട് പോയിണ്ടായിരുന്നു. അപ്പോഴും ഒരുപാട് വാ തോരാതെ രാഷ്ട്രീയം സംസാരിക്കുക, വ്യത്യസ്ത മേഖലകളെ കുറിച്ച് സംസാരിക്കുക, തീരെ ടയർഡ്. അപ്പൊ കുഞ്ഞുമോർ അധികം സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് പോലും ആള് നമ്മളോട് എന്തൊക്കെയോ കുറെ പറയാനുണ്ട്, എന്തൊക്കെയോ കുറെ പറഞ്ഞു. ഞാനപ്പോ ഇത്തിരി ഡിസ്റ്റൻസിലിരുന്ന്, കാരണം നമ്മൾ അടുത്തിരിക്കാൻ പാടില്ല. അപ്പോൾ അത്രയും കെയർ ചെയ്യാനായിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആളിതുപോലെ കുറേ കാര്യങ്ങൾ അന്നേരം പോലും നമ്മളോട്, അതും വ്യത്യസ്ത മേഖലയുള്ള ആളുകളെ കുറിച്ച് എല്ലാം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരു കൗൺസിലർ ആയി കഴിഞ്ഞാൽ നീ ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് ഇപ്പൊ ഈ പകൽ വീട്ടിൽ നിന്ന് തന്നെ അയാൾ പറഞ്ഞു ഇതിന് തൊട്ടൊരു 15 സെന്റ് സ്ഥലം നമുക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വേറൊരു 25 സെന്റ് അതൊക്കെ നമ്മൾ ചെയ്തിട്ട് അത് അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കണം, വീടുകൾ വെച്ച് കൊടുക്കാനായിട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ കോണ്ടാക്ട് ചെയ്യണം. അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് എന്താ പറയാ അത്രയും അവസരമായിരുന്നാൽ പോലും ആളുടെ മനസ്സ് മുഴുവൻ വളരെ ചെറുപ്പം രീതിയിലുള്ള ഒരു മനസ്സ് തന്നെയായിരുന്നു. അപ്പൊ എന്തായാലും ആ അനുസ്മരണ യോഗത്തിൽ ഇങ്ങനെ സംസാരിക്കാനായിട്ട് എന്നെ ക്ഷണിച്ചതിന് UK ഗ്രന്ഥശാല അതുപോലെ തന്നെ സാഹിത്യ പരിഷത്തിനോടും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഓർക്കാന്ന് പറഞ്ഞാൽ കണ്ണീരോട് കൂടി അല്ലാതെ നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രയും തറവാടുകളിലൊക്കെ എല്ലാ ശനിയാഴ്ചയും കുഞ്ഞുമാരെ കൂട്ടിയിട്ട് ഒരു വിസിറ്റ് ഉണ്ട് ആള്. എല്ലാ വീടുകളിലും അത്രയും ആത്മബന്ധം പുലർത്തുന്ന വേറൊരു വ്യക്തി അതിനുശേഷം ഉണ്ടായിട്ടില്ല, അതിന് മുൻപും കണ്ടിട്ടില്ല. അങ്ങനെ എല്ലാ ബന്ധങ്ങളും ഊട്ടിയുറപ്പിക്കാനായിട്ട് വളരെയധികം പ്രയത്നിച്ചാണ്. എന്തായാലും ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ നഗരസഭയുടെ ബഹുമാന ചെയർമാൻ PS സുരേന്ദ്രൻ അവകളെ അതിനുവേണ്ടി വളരെ വിനയപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. റയാൻ സിയൻ ട്രോഫിയും ക്യാഷ് അവാർഡും. ട്രോഫിയും ക്യാഷ് അവാർഡുമാണ്. മൂന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത്, 2ാം സമ്മാനത്തിനുള്ള ആളുകൾ എത്തിയിട്ടില്ല. 3ാം സ്ഥാനം ലഭിച്ചിരിക്കുന്ന അഭികൃഷ്ണയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അഭികൃഷ്ണയ്ക്ക് ട്രോഫിയാണ് നൽകുന്നത്. അഭികൃഷ്ണ ക്ഷണിക്കുന്നു. 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്, CKC. 1, 2, 3 സ്ഥാനങ്ങൾക്ക് പുറമേ നമ്മൾ മികച്ച കുട്ടികളെ കൂടി പ്രോത്സാഹന സമ്മാനം എന്നുള്ള നിലയിൽ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ വൈഷ്ണവി CU വൈഷ്ണവിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അനാമിക N മേനോൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അനാമികയുടെ അച്ഛൻ വന്നിട്ടുണ്ട്. അനാമികയുടെ അച്ഛനെ അനാമികയ്ക്ക് വേണ്ടി സമ്മാനം സ്വീകരിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. പേര് എത്തിച്ചേർന്നിട്ടില്ല. പ്രസംഗ മത്സരത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ പങ്കെടുത്ത് വളരെ നല്ല രീതിയിൽ പ്രകടനം നടത്തിയ ഗായത്രി വിലാസിനിയെ
വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഗായത്രി വിലാസിനിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും, കേശ അവാർഡും മൊമെൻറ്റോയും. ഗായത്രി വിലാസിൻ്റെ വൈകിട്ട് ജീവൻ പോലും അപഹരിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള ഒട്ടനവധി സംഭവവികാസങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിലൊക്കെ തന്നെ അബ്ദുള്ളക്കാടെ പ്രവർത്തനം വടക്കാഞ്ചേരിയിൽ സജീവമായിരുന്നു. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ജനാധിപത്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചപ്പോൾ അതിനെതിരെ എന്തിനു വേണ്ടിയാണ് അടിയന്തരാവസ്ഥ എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു സ്ഥിതി നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയാണ്. ഇന്ത്യ രാജ്യത്ത് 19 മാസക്കാലം അടിയന്തരാവസ്ഥയുണ്ടായിട്ടുണ്ട്. അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രതികരിച്ച ആളുകൾക്കെതിരെ ഒക്കെ തന്നെ കേസെടുത്ത് ജയിലിലടച്ചിട്ടുണ്ട്. അവർ ജനാധിപത്യ സമൂഹത്തിന് ഭൂഷണമല്ല ഇത്തരം രീതിയിലുള്ള ജനാധിപത്യ ധ്വംസന പ്രവർത്തനങ്ങൾ എന്നതാണ് അബ്ദുള്ളക്കയുടെ അഭിപ്രായം. ആ അഭിപ്രായത്തിനോടൊപ്പം നിൽക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള എല്ലാവരെയും അണിനിർത്തുകയാണ്. അന്ന് 2ൽ കൂടുതൽ ആളുകൾ ഒരുമിച്ച് നടന്നാൽ അവരെ ചോദ്യം ചെയ്യും, അവരെ അറസ്റ്റ് ചെയ്യും, അവരെ ജയിലിലടയ്ക്കും. അപ്പോൾ അഭിപ്രായം പറയാനോ അന്നത്തെ മുദ്രാവാക്യം തന്നെ നാവടക്കൂ പണിയെടുക്കൂ എന്നുള്ളതാണ്. അപ്പോൾ നാവടക്കൂ പണിയെടുക്കൂ എന്ന നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തങ്ങളുടെ സ്വേച്ഛാധിപത്യ പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകൾക്കെതിരായി ഏത് രീതിയിലുള്ള ഹീനപ്രവർത്തനവും ചെയ്യാൻ തയ്യാറാവുകയാണ്. അത്തരം രീതിയിലുള്ള നിലപാട് തന്നെയാണ് ഇന്നും നമ്മുടെ സമൂഹത്തിനകത്ത്, ജനാധിപത്യ സമൂഹത്തിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അബ്ദുള്ളക്കയുടെ പ്രസ്ഥാനം നമ്മുടെ സമൂഹത്തിലെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന പ്രസ്ഥാനമാണ്. ആ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന പ്രസ്ഥാനം ഇന്ന് സമൂഹത്തിനകത്ത് വന്നുപെട്ടുകൊണ്ടിരിക്കുന്ന അപജയങ്ങൾ, ഈ അപജയങ്ങളൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തിനകത്ത് ഓരോ ദിവസം ചെല്ലുന്തോറും അതൊക്കെ തന്നെ തേച്ച് മാച്ച് കളയാൻ നമ്മുടെ സമൂഹത്തിലെ മാധ്യമങ്ങൾ വല്ലാതെ മത്സരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കെജ്രിവാളാണ് കുറ്റക്കാരൻ എന്ന രീതിയിൽ ഒരു പത്ര ചാനൽ ചർച്ച ചെയ്യുകയാണ്. ആ കുറ്റവാളി ആയതിൻ്റെ ഭാഗമായിട്ടാണല്ലോ അയാളെ അറസ്റ്റ് ചെയ്തത്. കുറ്റവാളി ആയതിൻ്റെ ഭാഗമായിട്ടാണോ ബിനീഷ് കൊടിയേരി അറസ്റ്റ് ചെയ്തത്? ഇത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർലൂ ആയി പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറുകയാണ്. അപ്പോൾ വൈരാഗ്യ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായി ഭരണാധികാരികൾ ഇന്ത്യൻ സമൂഹത്തിനകത്ത് മാറുമ്പോൾ ജനാധിപത്യം തന്നെ ഇല്ലാതാകുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറുകയാണ്. ഇങ്ങനെ ഭരിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിനകത്ത് ഒരു ഘട്ടം കൂടിയും ആ രീതിയിലുള്ള ഒരു അവസരം ലഭിച്ചാൽ എന്തായിരിക്കും നമ്മുടെ സമൂഹത്തിൻ്റെ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്ന് നമ്മുടെ സമൂഹത്തിനെ എല്ലാവരും മനസ്സിലാക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള പ്രവർത്തനം, ആ പുരോഗമനപരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവായി നമ്മുടെ അബ്ദുള്ളക്ക നമ്മുടെ പ്രദേശത്തും തൃശ്ശൂർ ജില്ലയ്ക്കകത്തും ഗ്രന്ഥശാല പ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നല്ല രീതിയിൽ നമ്മുടെ സമൂഹത്തിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ പ്രവർത്തനം തന്നെയാണ് എക്കാലഘട്ടത്തിലും അബ്ദുള്ളക്കാടെ ഓർമ്മ നിലനിൽക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നമ്മുടെ സമൂഹത്തിനകത്ത് ഇനിയും പുരോഗമനപരമായിട്ട് നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവരെയും പ്രത്യേകിച്ച് അഭിനന്ദിച്ചുകൊണ്ട് ഈ അനുസ്മരണ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. അബ്ദുള്ളയുമായിട്ട് എനിക്ക് ഏകദേശം ഒരു 50 വർഷത്തെ പരിചയമുണ്ട്. ഞാൻ 1976-78 കാലഘട്ടത്തിൽ വ്യാസ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം. അപ്പോൾ അന്ന് സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അബ്ദുള്ള അവിടെ വരും. അബ്ദുള്ള എന്നെയൊന്നും അറിയില്ല, ഞാനത്ര ഒരു ആക്റ്റീവ് പ്രവർത്തകനായിരുന്നില്ല, ഒരു ഭാരവാഹിയായിരുന്നില്ല. എങ്കിലും SFIയുടെ കൂടെ ഉണ്ട്. അപ്പോൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആ സമയങ്ങളിലാണ് കോളേജിൻ്റെ പുറത്ത് ഉച്ച സമയത്താണ് വരിക. അപ്പോൾ അബ്ദുള്ളയ്ക്ക് അന്നൊരു വീരപരിവേഷമുണ്ട്. ഇപ്പം നേരത്തെ സുരേന്ദ്രനൊക്കെ സൂചിപ്പിച്ച പോലെ. അപ്പം ഞാനൊക്കെ കുറച്ച് ദൂരെ മാറി നിൽക്കുക. അദ്ദേഹം കത്തിക്കുത്തൊക്കെ ഏറ്റിട്ടുള്ള ഒരു
പ്രവർത്തകനാണ് എന്നാണ്. നെഞ്ചിൽ കത്തിക്കുത്തിൻ്റെ അടയാളുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മളെ കുട്ടികളന്ന് ഞങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് മാറി അദ്ദേഹം ഒരു സാധാരണ വ്യക്തിയല്ല എന്നുള്ളൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ നോക്കിക്കണ്ടിരുന്നു. അത് 76 കാലഘട്ടത്തിലാണ്. അപ്പോൾ ഒരു 48 വർഷം. അത് കഴിഞ്ഞു, പ്രീ ഡിഗ്രി കഴിഞ്ഞു. പിന്നെ ഞാൻ കോഴ്സുകൾക്കൊക്കെ പോയി. ഞാൻ 81 മാഷായി. മാഷായിട്ട് വന്നതിന് ശേഷം 82 ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ യൂണിറ്റ് എരുമപ്പെട്ടി രൂപീകരിക്കുകയാണ് ആദ്യമായിട്ട്. ആ യൂണിറ്റ് രൂപീകരണ യോഗം ഗവൺമെൻറ് LP സ്കൂളിൽ നടക്കുമ്പോൾ ആ രൂപീകരണ യോഗം നടത്താൻ വന്നിട്ടുള്ളത് അബ്ദുള്ളയാണ്. അന്നാണ് ഞാൻ വീണ്ടും അബ്ദുള്ളയെ കാണുന്നത്. അങ്ങനെ അന്ന് യൂണിറ്റ് രൂപീകരിച്ചു. അന്ന് കുറേയും കൂടിയും കൂടുതൽ പരിചയപ്പെട്ടു. അപ്പം അദ്ദേഹത്തിൻ്റെ ആ സ്വസിദ്ധമായ ശൈലിയിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അപ്പം മാഷാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ സ്കൂളിൽ മാഷിൻ്റെ ഒരു പരിവേഷം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 82 ഒരു കൊല്ലമായിട്ടുള്ളൂ എങ്കിൽ പോലും. അങ്ങനെ മാഷന്മാരാണ് നമ്മുടെ സംഘടനയിൽ കുറെ കൂടുതൽ വേണ്ടത്. മാഷ് അതുകൊണ്ട് ഇതിൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ അങ്ങോട്ട് മോട്ടിവേറ്റ് ചെയ്തു, പ്രൊമോട്ട് ചെയ്തു. അങ്ങനെ പിന്നീട് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം വരും, പരിചയമുണ്ട്. നിരന്തരം പരിപാടികൾ കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ അടുത്തുണ്ട്, പരിചയമുണ്ട്. അങ്ങനെ 85 തൊട്ട് 87 വരെ ജോസാണ് മേഖലാ സെക്രട്ടറി. വടക്കാഞ്ചേരി മേഖല എന്ന് പറഞ്ഞാൽ പഴയന്നൂർ, തിരുവല്ലാമല വരെ ഉണ്ടെന്ന്, വേലൂർ മുതൽ. 87 ഒരു സമ്മേളനത്തിൽ, മേഖലാ സമ്മേളനത്തിന് അപ്രതീക്ഷിതമായിട്ട് ഞാൻ സെക്രട്ടറി ആവുക. അത് മുൻകൂട്ടി അറിഞ്ഞിട്ടൊന്നുമില്ല. സമ്മേളനത്തിന് പേര് വായിക്കുമ്പോൾ സെക്രട്ടറി ആയിട്ട് വന്നു 87. അതിന് മുമ്പ് 85 യൂണിറ്റ് സെക്രട്ടറി ആയി. അപ്പം ഞാൻ പരമാവധി ഒന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട്. ഞാൻ പരമാവധി ഒഴിഞ്ഞു മാറുന്ന ഒരാളാണ്. അങ്ങനെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടൊന്നും ആ ശ്രമമൊന്നും വില പോയില്ല. ഞാൻ സെക്രട്ടറി ആയി, അബ്ദുള്ള പ്രസിഡന്റ്. അങ്ങനെയാണ് ഞങ്ങൾ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ എനിക്ക് വടക്കാഞ്ചേരി വടക്കാഞ്ചേരിയിൽ ഞാൻ വ്യാസ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ പരിചയമുണ്ട്. വടക്കാഞ്ചേരിയോട് പോയിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് അവിടെ വലിയ പരിചയമല്ലേ. അപ്പോൾ ഞാൻ 4 മണിക്ക് സ്കൂൾ വിട്ടായി എന്നും കോടതിയിൽ വരും. അപ്പോൾ 5 മണി വരെ അദ്ദേഹത്തിന് ഈ കേസുകൾ പോസ്റ്റ്പോൺ ചെയ്ത കുറേ ഫയലുകൾ എഴുതി തയ്യാറാക്കാണ്ട് അതുവരെ അവിടെ ഇരിക്കും, കോടതിയിലിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പ്രവർത്തനമാണ്. അങ്ങനെ പ്രവർത്തനം പല രീതിയിൽ. അത് ഈ കോടതി തന്നെയാണ് അന്ന് പരിഷത്ത്. ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം, കോടതിയിൽ വക്കീൽമാരുടെ ഒരു സ്ഥലമുണ്ട്, ബാർ അസോസിയേഷൻ ഹാള്. അവിടെയാണ് മേഖലാ കമ്മിറ്റി. അതൊക്കെ അബ്ദുള്ളയുടെ ഒരു ബന്ധമാണ്. മറ്റേ കോടതിയും വക്കീലന്മാരും ഇതൊക്കെ ആയിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മേഖലാ കമ്മിറ്റിയൊക്കെ ബാർ അസോസിയേഷൻ ഹാളിലാണ്. 5 മണിയാകുമ്പോഴേക്കും വക്കീൽമാർ പോയിണ്ടാവും. 5 തൊട്ട് 7, 8 വരെ ഞങ്ങളുടെ മീറ്റിങ്ങാണ് അവിടെ, പരിഷത്തിൻ്റെ മീറ്റിങ്ങാണ്. അങ്ങനെ അദ്ദേഹവുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ എല്ലാ കാര്യങ്ങളിലും ബന്ധപ്പെട്ട്. അതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അന്ന് പ്രവർത്തനങ്ങൾ ഈ കോടതിയുമായിട്ട് കണക്ട് ചെയ്ത കേന്ദ്രങ്ങളിൽ തന്നെയാണ്. എല്ലാ പോലീസ് സ്റ്റേഷനിലും അബ്ദുള്ളയ്ക്ക് ഒരു കസാരയുണ്ട്. CIയുടെ ഓഫീസായാലും SIയുടെ ഓഫീസ്. പഴയന്നൂർ പോലീസ് സ്റ്റേഷൻ, ചേലക്കര പോലീസ് സ്റ്റേഷൻ, എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ, വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ. അവിടെ ചെന്ന് അവിടുത്തെ പ്രവർത്തകരെ പുസ്തകം ചേർക്കുക, പുസ്തകം വിൽക്കുക, ഓരോ സ്ഥാപനങ്ങളിൽ പോയിട്ട് പുസ്തകം വിൽക്കുക. അപ്പോൾ അബ്ദുള്ള കോടതിയിലായതുകൊണ്ട് അവിടെയൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര സ്വാധീനമുണ്ട്, ഇൻഫ്ലുവൻസ് ഉണ്ട്. കാരണം അവരൊക്കെ എന്നും കോടതിയിൽ വരുന്നവരാണല്ലോ. അപ്പോൾ ഞങ്ങളുടെ പ്രവർത്തന മേഖല പെടുന്ന വടക്കാരുന്ന് തൊട്ട ചേലക്കര ചെന്നിറങ്ങി പോലീസ് സ്റ്റേഷനിൽ പോയി അവിടുത്തെ കാര്യങ്ങൾ, മറ്റേ എക്സൈസ് ഓഫീസ്, ഫോറസ്റ്റ് ഓഫീസ്, അങ്ങനെയുള്ള ആ ഒരു വിങ്ങിലാണ് കൂടുതൽ പുറമെയുള്ള ബന്ധങ്ങൾ, പരിചയങ്ങൾ. അങ്ങനെ നിരവധി കാലം. അന്ന് എന്തുകൊണ്ട് ശാസ്ത്ര കേരളം എന്നുള്ള പുസ്തകമൊക്കെ 1000-10,000 എണ്ണം ചേർക്കണ ഒരു ക്യാമ്പയിൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്നങ്ങനെ പ്രവർത്തനം. അങ്ങനെ 86 പാർലിക്കാട് സ്കൂളിൽ കല്യാണം, സ്കൂളിൽ വെച്ചിട്ടാണ് അതിൻ്റെ ചെറിയ ലളിതമായ ഒരു റിസപ്ഷൻ. അവിടെ തന്നെ പരിഷത്തിൻ്റെ ഒരു മീറ്റിങ്. പരിഷത്തില്ലാതെ ഒരു പരിപാടിയില്ല. അതിന് മുൻപ് കാലത്ത് SFIയും പാർട്ടിയൊക്കെ ഉണ്ടെങ്കിലും പിന്നെ ജോലി കിട്ടിയതിന് ശേഷം പരസ്യമായിട്ട് അതിൽ പ്രവർത്തിക്കാൻ പറ്റില്ലല്ലോ. പാർട്ടി
അതിന് ചില നിയന്ത്രണങ്ങളുണ്ടല്ലോ. അപ്പോൾ പരിഷത്താണ്. പിന്നെ സമ്പൂർണ്ണ സാക്ഷര യജ്ഞത്തിൽ വന്നു. ഞാനും ജോസൊക്കെ APM ആയിട്ട് വന്നു. അബ്ദുള്ള ലിസ്റ്റിൽ വന്നു AP ആയിട്ട്. പക്ഷെ അന്നത്തെ മജിസ്ട്രേറ്റ് അദ്ദേഹത്തെ റിലീവ് ചെയ്യിച്ചില്ല. സാധാരണ ഓഫീസുമാരിയല്ലല്ലോ. മജിസ്ട്രേറ്റ് അത് പിടിച്ചു നിർത്തി. 2-3 മാസം വീണ്ടും ശ്രമമൊക്കെ നടത്തി. പക്ഷേ മജിസ്ട്രേറ്റ് എന്ത് പറഞ്ഞാലും സമ്മതിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് അതിൻ്റെ ഒരു ഒഫീഷ്യൽ സംവിധാനമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. എങ്കിലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഭാര്യനെയും കൊണ്ട് അന്ന് അദ്ദേഹം പാർലിക്കാട് താമസിക്കുന്നത് പെങ്ങളുടെ വീട്ടിൽ, ആ കനാലിൻ്റെ അടുത്ത്. അവിടെ പോയിട്ട് പരിചയപ്പെട്ട് നോക്കിയപ്പോൾ എന്നേക്കാൾ കൂടുതൽ പരിചയം ഭാര്യയും സുഗറിയും കൂടിയിട്ട് ഒരുമിച്ച് പഠിച്ചവരാണ് വടക്കാഞ്ചേരി ഗേൾസ് സ്കൂൾ. അവരവിടെ വളരെ കമ്പനി. അതിൽ ചെല്ലുന്നവരെ അറിയുന്നുണ്ടായിരുന്നില്ല. ചെന്നപ്പോൾ അപ്പോൾ കുടുംബപരമായിട്ടും നമ്മൾ വളരെ അടുപ്പമായി. അവന് ആ ഒരു പ്രവർത്തനം കാര്യങ്ങളൊക്കെ വന്നു. പക്ഷെ എനിക്കിപ്പോൾ 64 വയസ്സായി. ഞാൻ 10-42 വർഷമായിട്ട് പൊതുരംഗത്തുണ്ട്. പരിഷത്തായിട്ടും പാർട്ടിയായിട്ടും അങ്ങനെ വിവിധ മേഖലകളിലെ ഗ്രന്ഥശാല അങ്ങനെ എല്ലാ ലൈബ്രറി കൗൺസിലൊക്കെ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. അബ്ദുള്ള അതെ പരിഷത്ത് അത് റിട്ടയർ ചെയ്തതിന് ശേഷം ആദ്യകാലത്തെ പ്രവർത്തനങ്ങൾ തന്നെ വീണ്ടും പാർട്ടിയിലേക്ക് വന്നു. ഗ്രന്ഥശാല ഇതിൻ്റെ താലൂക്ക് ഭാരവാഹിയായി അബ്ദുള്ള താലൂക്ക് ഭാരവാഹിയായി. പെൻഷൻ യൂണിയൻ്റെ പ്രധാന പ്രവർത്തകനായി KSSPU. അപ്പോൾ അബ്ദുള്ള കൈവയ്ക്കാത്ത മേഖലകളില്ല. അപ്പോൾ നമ്മുടെ ഈ പരിപാടി നടത്തുന്നത് തന്നെ പരിഷത്തും EKN ഗ്രന്ഥശാലയും കൂടിയിട്ടാണല്ലോ. അപ്പോൾ EKN പരിഷത്തിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, അഖിലേന്ത്യാ നേതാവായിരുന്നു, മികച്ച സംഘാടകനായിരുന്നു, നല്ല പ്രവർത്തകനായിരുന്നു. അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് കാർ ആക്സിഡൻറ്റിൽ മരിക്കുകയാണ്, അദ്ദേഹവും ഭാര്യ. അപ്പോൾ ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ അനുശോചന യോഗം ചേർന്ന് നമ്മുടെ അരിയമ്പാടം സ്കൂളിലെ യോഗം ചേർന്നു. അപ്പോൾ അങ്ങനെ EKൻ്റെ ഓർമ്മകളിൽ എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിച്ചപ്പോൾ അബ്ദുള്ള അവിടെ നിന്ന് പ്രഖ്യാപിച്ചു ആര്യമ്പാടത്ത് ഒരു വായനശാല EKൻ്റെ പേര്. അതായത് EKനിപ്പോൾ ആര്യമ്പാടായിട്ട് അങ്ങനെ ബന്ധമൊന്നുമില്ല. അബ്ദുള്ള തീരുമാനിച്ചു വായനശാല. അബ്ദുള്ളക്ക് വേറെ പ്രത്യേകതയുണ്ട്, തീരുമാനിച്ചാൽ അത് തീരുമാനമാണ്. വായനശാല രൂപീകരിക്കാൻ തീരുമാനിച്ചു, വായനശാല രൂപീകരിച്ചു. അപ്പം ഞങ്ങളിങ്ങനെ ഒത്തുകൂടുമ്പോൾ നമുക്ക് സ്ഥലം വേണം, വായനശാലയ്ക്കൊരു സ്ഥലം വേണ്ടേ. അപ്പോൾ 2-3 സെൻറ്റ് 2 സെൻറ്റ് സ്ഥലം ഇങ്ങനെ വേണം. ഇപ്പോൾ കാശ് കൊടുത്ത് വാങ്ങാനൊക്കെ പ്രയാസമാണ്. അങ്ങനെ ഇരുന്നിട്ട് ആലോചിച്ച് അപ്പോൾ ഞങ്ങളൊപ്പമുണ്ട്. ഞാൻ മിക്ക ദിവസവും അബ്ദുള്ള കൂടെ ഉണ്ട്. അബ്ദുള്ളയുടെ ഒരു നേരത്തെ പറഞ്ഞ പോലെ സന്തോഷ കാര്യ ഒരു അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ കുട്ടിയാണ്. ഞാൻ ഇവിടെ ഒരു സ്ഥലം കണ്ടു വെച്ചിട്ടുണ്ട് കനാലിൻ്റെ അവിടെ കുറച്ച് പുറമ്പോക്ക് സ്ഥലമുണ്ട്. അത് അബ്ദുള്ളയുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ കൈകളാണ്. ഇപ്പോൾ വായനശാലയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ. അപ്പം ചെറിയ എതിർപ്പൊക്കെ ഉണ്ടായി അന്നവിടെ. ആ എതിർപ്പിനൊക്കെ അദ്ദേഹം അതിജീവിച്ചു. ഇന്ന് നിൽക്കുന്ന വായനശാല അങ്ങനെ എത്ര പേർക്ക് അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ തന്നെയായിരിക്കാം. എന്നാലും എൻ്റെ ഒരു അറിവ് വെച്ച് ഞാൻ പറയണേ, അവിടെ വായനശാല തറ കൊണ്ടു, വായനശാല കൊണ്ടു. അപ്പോൾ ചെറിയ എതിർപ്പുകളും കാര്യങ്ങളൊക്കെ വന്നു. അതൊക്കെ അദ്ദേഹം തരണം ചെയ്തു. അപ്പോൾ അവിടെ വായനശാല വന്നു. അപ്പോൾ ആ EKN വായനശാല ആ സ്ഥലത്ത് നമ്മുടെ ഹൈസ്കൂളിനോടടുത്ത് നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ ഭാഗത്ത് സ്വന്തമായിട്ടൊരു സ്ഥലമായി, കെട്ടിടമായി. പിന്നെ MP ഫണ്ടോ മറ്റേ MLA ഫണ്ടൊക്കെ അതേത് ഫണ്ടോ അറിയില്ല, ആ ഒരു ഫണ്ടൊക്കെ ഉപയോഗിച്ച് നല്ലൊരു കെട്ടിടം. അപ്പോൾ അബ്ദുള്ളയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു കാര്യം നേരത്തെ സുരേന്ദ്രനൊക്കെ പറഞ്ഞ പോലെ തീരുമാനിച്ചാൽ, ബോധ്യമായാൽ പിന്നെ അത് നടപ്പിലാക്കും. അതിന് എന്തൊക്കെ തടസ്സം ഉണ്ടായാലും അദ്ദേഹം നടപ്പിലാക്കി. അങ്ങനെ വായനശാല വന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മരണം വരെ, നേരത്തെ ടീച്ചർ സൂചിപ്പിച്ചല്ലോ, മരിക്കുന്ന അതേ സമയം വരെ അദ്ദേഹത്തിൻ്റെ ചിന്തയും കാര്യങ്ങളും മുഴുവൻ നമ്മുടെ സമൂഹത്തെ എങ്ങനെ മാറ്റിമറിക്കാം, അതാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത. അപ്പം ഞാൻ ഇങ്ങനെ അസുഖമായിട്ടപ്പോൾ ആദ്യം ഒരു ഹാർട്ടിന് ബ്ലോക്കായി പെരുന്തൽമണ്ണ പോയി സ്റ്റണ്ട് ഇട്ടു, അത് വന്നു, വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ആള് സംഘടനാ പ്രവർത്തനത്തിന് ഇപ്പം നമ്മൾ കോവിഡ് വന്നപ്പോഴാണ് മാസ്ക് വെച്ചത്. അദ്ദേഹം 2 വർഷം മുമ്പ് വരുമ്പോൾ മാസ്ക് വെച്ചിട്ട് വരിക.
അന്നത്തെ അസുഖവും കാര്യങ്ങളൊക്കെ അതിന് ശേഷം വടക്കാഞ്ചേരി KSSB-ൻ്റെ മീറ്റിങ്ങൊക്കെ നടക്കുമ്പോൾ ഞാൻ അബ്ദുള്ളോട് ചോദിക്കും, ഈ മാസ്കൊക്കെ വെച്ചിട്ട്, അന്ന് മാസ്ക് നമുക്ക് പരിചയമില്ലല്ലോ, ഈ മാസ്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നടക്കണം അബ്ദുള്ള, ഇത്രയും ഇത് അത് സാറില്ലടോ. അത് പറ്റില്ല, കറണ്ടൊന്നും വേണ്ട, മയക്ക് നമുക്കൊരു തടസ്സം ശരിക്കും. തടസ്സമല്ലേ? തടസ്സമാണ്. അപ്പോൾ മാസ്ക് വെച്ച് വരുമ്പോൾ ഞാൻ പറയും, എന്താ മാസ്ക് അത് കുഴപ്പമില്ല. അപ്പോൾ ആള് അതിന് മുമ്പ് തന്നെ, പിന്നെ മാസ്ക് സർവ്വസാധാരണ നമ്മളെല്ലാവരും മാസ്ക് വെക്കാൻ നിർബന്ധിതരെ, അതിന് മുൻപ് തന്നെ മാസ്ക് വെച്ചിട്ട് പ്രവർത്തനം നടക്കാം. അപ്പം ഞാനൊരു ഘട്ടത്തിൽ മറ്റു പല പ്രവർത്തനങ്ങളുമായിട്ട് ലേശം വഴിമാറി സഞ്ചരിച്ച ആളാണ്. അതിലൊക്കെ നേരത്തെ സൂചിപ്പിച്ച പോലെ സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റായി, ബ്ലോക്ക് പഞ്ചായത്ത്, അങ്ങനെ പല പരിപാടിയിലായിട്ട് മാറിയപ്പോൾ ഞാൻ, അപ്പോൾ ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ഇദ്ദേഹത്തിൻ്റെ മെയിൻ മുഖ്യധാര പ്രവർത്തനം പരിഷത്ത് തന്നെയാണ്. പാർട്ടിയുണ്ട്, KSSB ഉണ്ട്, ഗ്രന്ഥശാലയുണ്ട്, അതൊക്കെ ഉണ്ടെങ്കിലും മുഖ്യധാര അതാണ്. താൻ പാടോ, താൻ ഇങ്ങനെ മാറി നിന്നാലോ. ഇപ്പം ഞാൻ പറയാം, അബ്ദുള്ള ഇപ്പോൾ സമയമില്ല കേട്ടോ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, താൻ വരും, ഇവിടെ വേറെ ആരുള്ളത്. അപ്പോൾ അബ്ദുള്ള നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അവസാനം അബ്ദുള്ളനെ വന്നപ്പോൾ ഈ അവസാനം അബ്ദുള്ളയ്ക്ക് ഈ അസുഖത്തിൻ്റെ ഗൗരവം ബോധ്യമായിട്ടുണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഒരു സമയത്ത് അബ്ദുള്ളനെ സന്ദർശിക്കാനുള്ളൊരു നിയന്ത്രണം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ എപ്പോഴും അങ്ങനെയുള്ള സമയത്ത് പോണത്, നമ്മൾ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഞാൻ ജോസിനെ ഇടയ്ക്ക് വിളിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം ജോസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതേ ഫ്രാൻസിസ്, അവിടെ ഇപ്പോൾ അബ്ദുള്ളനെ കാണാൻ പറഞ്ഞപ്പോൾ അത്ര നിയന്ത്രണമല്ല, അപ്പോൾ എനിക്ക് കാണാൻ കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മരിക്കുന്നതിൻ്റെ കുറച്ച് നാൾ മുമ്പ്, ദിവസങ്ങളല്ല, മാസങ്ങൾക്ക് മുമ്പ് വീട്ടിൽ പോയി. 1 മണിക്കൂർ സമയം അദ്ദേഹം കിടക്കുന്ന സമയത്ത് അവിടെ എണീറ്റിരുന്നു. അന്ന് നോക്കുമ്പോൾ ഉന്മേഷമുണ്ട്, കുറച്ച് ഉന്മേഷവാനാണ്. സംസാരിച്ചു. ആ സംസാരിച്ച സമയം മുഴുവൻ നമ്മുടെ സമൂഹത്തിലെ ഇനി വരുത്തുന്ന മാറ്റങ്ങൾ, പ്രവർത്തനങ്ങൾ, പിന്നെ ചില ഭാഗത്തു നിന്നുള്ള പോരായ്മകൾ, ചില പ്രവർത്തന വൈകല്യങ്ങൾ, ഇത് മാത്രമേ ഈ മനുഷ്യൻ സംസാരിക്കുന്നുള്ളൂ. അപ്പം ഞാൻ ഇടയ്ക്ക് അസുഖത്തിൻ്റെ കാര്യം അത് വലിയ പ്രശ്നമില്ല. കോട്ടയത്ത് പോയിട്ടൊരു ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായി, അതിൻ്റെ റിസൾട്ട് കിടന്നിട്ടില്ല. അത് വന്നാൽ അതൊന്നും കുഴപ്പമില്ലേ, അസുഖമൊന്നും പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ഭയങ്കര ഞാൻ നേരത്തെ പറഞ്ഞ ജീവിതത്തിലിടയ്ക്ക് ഇത്രയും കമ്മിറ്റ്മെൻ്റ് ഉള്ള, അതാക്കാൻ ഉപയോഗിക്കുന്നത് കമ്മിറ്റ്മെൻറ്റ്, ഇത്രയും കമ്മിറ്റ്മെൻറ്റോട് കൂടി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. എന്നുവെച്ചാൽ അവസാന ഘട്ടത്തിലും ശാരീരികമായ അവശതകളുള്ളപ്പോഴും അദ്ദേഹം നാടിനെക്കുറിച്ച്, നാട്ടുകാരെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഈ അനുസ്മരണ പരിപാടി നിർത്തിവെക്കാൻ കഴിയില്ല. കാരണം ഇത്തരം ഒരാളെ നമ്മളെ ഒഴിവാക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷവും അതിൻ്റെ മുന്നത്തെ വർഷവും ഒക്കെ നടത്തി നമ്മളിത് ഒരു അനുസ്മരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തൽക്കാലം ഒരുപാട് കാലങ്ങൾ ഇനിയും ഈ ആര്യമ്പാടത്തും പരിസരത്തും അദ്ദേഹത്തിനെ അറിയുന്നവർക്കും ഒരിക്കലും അദ്ദേഹത്തെ മറക്കാൻ കഴിയില്ല. നമ്മൾ എന്തിനു വേണ്ടിയാണ് അന്ന് പ്രവർത്തിച്ചത് എങ്കിൽ ആ മൃഗീയമായ ശക്തി മണിപ്പൂരിലൂടെ നൂറുകണക്കിന് ശവശരീരങ്ങൾ കത്തി അമർന്ന് അതിൻ്റെ ദുർഗന്ധം ദേശീയതയിൽ വലിയ വികാരം സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇത് ഓർമ്മയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭവമല്ല. ആ ഓർമ്മയോടൊപ്പം തന്നെ അതിന് രൂക്ഷമായ പോരാട്ടം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ചിലർക്ക് അതിൽ ഞെട്ടലുണ്ടാകാം. ഈ രാജ്യം അബ്ദുള്ള ഇന്ത്യ രാജ്യം ഇന്ത്യയായി നിൽക്കണമെന്ന് വളരെ ഒരു പ്രത്യാശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിൽ വളരെ വ്യക്തമായി കണ്ടൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ആകെ ജീവിത ചരിത്രങ്ങളിലേക്ക് ഞാൻ നടക്കുന്നില്ല, ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു കുറിച്ച്. ഇന്ന് കാണുന്ന മനുഷ്യൻ്റെ ഈ ജീവിതം ഒരു വലിയ മാറ്റത്തിന് വേണ്ടി അതിന് രൂക്ഷമായ ജീവൻ തന്നെ അപകടപ്പെട്ട സാഹചര്യം എനിക്കറിയില്ല. യഥാർത്ഥത്തിൽ അബ്ദുക്ക ഇപ്പം ജീവിച്ചിരിക്കണം എന്ന് നമ്മളൊക്കെ വലുതായി ആഗ്രഹിക്കുകയാണ്. ഈ സമൂഹത്തിൽ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളോടും
അബ്ദുക്ക ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണ് പ്രതികരിക്കുക? ഞാൻ ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ഡ്യൂപ്ലിക്കേറ്റ് സത്യഭാമയുടെ പിന്നെ ഡയലോഗുകൾ ഉണ്ടായല്ലോ. സത്യത്തിൽ അങ്ങനൊരു ഡയലോഗ് വരുന്ന സമയത്ത് അബ്ദുക്ക ഉണ്ടെങ്കിൽ പരസ്യമായി ആര്യമ്പാടം സെൻറ്ററിലെങ്കിലും അബ്ദുക്കയുടെ പ്രതികരണം അപ്പം വന്നിരിക്കും. യഥാർത്ഥത്തിലുള്ളൊരു പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് സത്യഭാമമാരൊക്കെ ഇങ്ങനെ പറയാൻ കഴിയാവുന്ന വിധത്തിലേക്ക് നമ്മുടെ നാട് മാറുന്നു എന്നുള്ളതാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത്, നമ്മുടെ ഭരണഘടനാ അസംബ്ലി നടക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഉള്ള ഒരു പിന്നെ അഭിപ്രായങ്ങൾക്കും അവിടെയൊന്നും സ്വീകാര്യതയുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതിനുശേഷം ഇത്രയും വർഷങ്ങൾ കഴിയുന്ന സമയത്ത് നമ്മുടെ സമൂഹത്തിനകത്ത് ഇത്തരം ആശയങ്ങൾക്ക് സ്വീകാര്യത വരുന്നു. ഇത്തരം ആളുകൾ ചിലത് ആളുകൾ അറിയാതെ അത്തരമൊരു ബോധത്തിലേക്ക് മാറ്റപ്പെടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ സത്യഭാമ ബോധപൂർവമായിട്ടാണ് സംസാരിച്ചതെങ്കിൽ, ബോധപൂർവമല്ലാതെ സംസാരിക്കുന്ന ആളുകൾ അവരുടെ ഒരു ആശയം അങ്ങനെയായി മാറുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ സമൂഹം മാറുന്നു എന്നുള്ളതാണ്. അവിടെയാണ് അബ്ദുക്കയെ പോലെയുള്ള ആളുകളെല്ലാവരും ഉണ്ടാവേണ്ടത്, പ്രതികരണങ്ങൾ ഉണ്ടാവേണ്ടത്. തീർച്ചയായും നമുക്ക് അബ്ദുക്കയെ മിസ് ചെയ്യുന്നത് അവിടെയാണ്. തീർച്ചയായും നമുക്ക് ചില ആളുകൾക്ക് പകരം വയ്ക്കാൻ പറ്റില്ല. അബ്ദുക്കയ്ക്ക് പകരം വയ്ക്കാൻ അബ്ദുക്ക മാത്രമേ ഉള്ളൂ. നമുക്കാരും ആ അർത്ഥത്തിൽ പകരക്കാരനാവാൻ വേണ്ടി കഴിയില്ല. പക്ഷേ നമുക്ക് അബ്ദുക്കയുടെ ഒരു പിന്നെ അഭിപ്രായങ്ങളിൽ നിന്നും അല്ലെങ്കിൽ സംഘടനാ ജീവിതത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളൊരു ഊർജം നമുക്ക് ഈ സമൂഹത്തിൽ കൊടുക്കാൻ വേണ്ടി നമുക്കെല്ലാവർക്കും കൂടി കഴിയണം എന്ന് മാത്രം പറഞ്ഞ് അബ്ദുക്കയുടെ സ്മരണയ്ക്ക് മുമ്പിൽ തല കുനിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അനൂപേട്ടൻ പറഞ്ഞൊരു ഒറ്റ കാര്യം മാത്രം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കാം. അബ്ദുള്ള മാഷിന് പകരമായിട്ട് മറ്റൊരാളില്ല എന്നുള്ളത് ആര്യമ്പാടത്തിൻ്റെയും നമ്മുടെ ദേശത്തിൻ്റെയൊക്കെ ഒരു സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്ത് നമുക്ക് ഒന്ന് കണ്ണോടിച്ചാൽ മനസ്സിലാവും. ഒരുപക്ഷെ മാഷുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഇന്ന് സത്യഭാമയുടെ വിഷയം അനൂപേട്ടൻ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ 2-3 വർഷക്കാലങ്ങളിൽ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ ഗ്രാമം ചർച്ച ചെയ്യുമായിരുന്നു. അത്തരം വിഷയങ്ങളെ ഏറ്റെടുക്കാൻ ഒരു അബ്ദുള്ള മാഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിലപാടിന് വേണ്ടി മാത്രമാണ് മാഷ് സംസാരിച്ചിട്ടുള്ളത്. മാഷുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാഷ് നിലപാടെടുക്കുകയാണെങ്കിൽ SFIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ചെറുപ്പകാലത്ത്. ഒരു പക്ഷേ വലിയൊരു പൊസിഷനിലേക്ക് വളരാൻ സാധിക്കുമായിരുന്ന ഒരു പേഴ്സണാലിറ്റി ഉണ്ടായിരുന്ന ആളായിരുന്നു മാഷ്. പക്ഷേ ഒരിക്കലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് തൻ്റെ നിലപാടുകളിൽ വെള്ളം ചേർക്കാൻ അബ്ദുള്ള മാഷ് ഒരിക്കലും തയ്യാറായിരുന്നില്ല. നിരന്തരം കലഹിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം വെളുപ്പലായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിലായിരുന്നു. അത് അദ്ദേഹം ഇടപെട്ട എല്ലാ മേഖലകളിലും ആ സൗന്ദര്യം അനുഭവിച്ചവരും അതിൻ്റെ പങ്കുകാരായ ആളുകളൊക്കെ തന്നെയാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ അനുസ്മരണ സമ്മേളനത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അത് പരിഷത്തിലായാലും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലായാലും പെൻഷനേഴ്സ് യൂണിയനായാലും ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളായാലും ഒക്കെ തന്നെ അബ്ദുള്ള മാഷയ്ക്ക് പകരം മറ്റൊരാളുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഞാനടക്കം ഇവിടെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന പരിഷത്തുകാരെയും കൈപിടിച്ച് പരിഷത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അബ്ദുള്ള മാഷ് തന്നെയാണ്. അപ്പം അങ്ങനെ കൈപിടിച്ച് നമ്മളെ കൊണ്ടുവരാനും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഒരു അബ്ദുള്ള മാഷയുടെ കുറവ് നമ്മുടെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിൽ വളരെ എന്താ പറയുക വളരെ നിഴലിച്ച് കാണുന്നു എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. വായനശാലയുടെ സെക്രട്ടറി ആയിട്ടുള്ള വിനോദ്, ഇതിൻ്റെ സംഘാടനത്തിലെ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള വിനോദാണ്. ഞാനിതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ മാത്രം ഇറങ്ങി പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ മാത്രമാണ്. എൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഇതിനെ നിയന്ത്രിച്ചിട്ടുള്ള വായനശാലയുടെ പ്രിയങ്കരനായ സെക്രട്ടറി വിനോദിന് ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. കോളേജിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട ഉണ്ണിയേട്ടൻ, വടക്കായൂർ മേഖലയുടെ പരിഷത്തിൻ്റെ പ്രസിഡന്റ് ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്.
മണി അധികാരി വീട്ടിൽ തൻ്റെ ആരോഗ്യ സ്ഥിതി ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് പോലും പരിഷത്തെന്ന് കേട്ടാൽ അബ്ദുള്ള മാഷെന്ന് കേട്ടാൽ എവിടെയും ഓടിയെത്തുന്ന പ്രിയപ്പെട്ട സദാശിവേട്ടൻ, മണിയേട്ടനെ ഞാൻ പറഞ്ഞു, മണിയേട്ടൻ, മുൻ ട്രഷററായുള്ള ശങ്കരനാരായണേട്ടൻ അടക്കമുള്ള ഇള്ളയുടെ റിലേറ്റീവ്സ്, മക്കൾ, പേരക്കുട്ടികൾ, നാട്ടുകാർ, സുഹൃത്തുക്കൾ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.